നമസ്കാരം. മുംബൈയിൽ തണ്ണിമത്തൻ കഴിച്ചതിനെ തുടർന്ന് ഒരു കുടുംബത്തിലെ 4 പേർ മരിച്ച സംഭവം വലിയ ഞെട്ടലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. കാരണം തണ്ണിമത്തൻ കഴിച്ചാൽ ഭക്ഷ്യവിഷബാധ ഏൽക്കുക എന്നത് നമ്മൾ കേട്ടിട്ട് കൂടി ഉണ്ടാകില്ല. മാത്രമല്ല, ഈ ചൂട് കാലത്ത് പലരും വാങ്ങുന്നതും കൂടുതലായി വിറ്റഴിച്ചു പോകുന്നതുമായ ഒരു ഫലവർഗ്ഗം കൂടിയാണ് തണ്ണിമത്തൻ. എന്നാൽ തണ്ണിമത്തൻ നേരിട്ട് മരണകാരണമാകുന്നത് അപൂർവമാണെന്നും പുറമേ നിന്നുള്ള വിഷാംശങ്ങളോ ബാക്ടീരിയകളോ ആണ് വില്ലനാകുന്നതെന്നുമാണ് ആരോഗ്യ വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്. മുംബൈയിൽ ജെ മാർഗിലെ അബ്ദുള്ള, ഭാര്യ നസ്രിൻ, മക്കളായ സൈനബ്, ആയിഷ എന്നിവരാണ് മരിച്ചത്. ഏപ്രിൽ 25-ന് വീട്ടിൽ നടന്ന വിരുന്നിന് ശേഷം ഇവർ തണ്ണിമത്തൻ കഴിച്ചിരുന്നു. വിരുന്നിൽ പങ്കെടുത്ത മറ്റുള്ളവർ ചിക്കൻ ബിരിയാണി മാത്രം കഴിച്ചപ്പോൾ ഈ കുടുംബം തണ്ണിമത്തനും കഴിച്ചു. പിന്നാലെ ഛർദിയും തലകറക്കവും അനുഭവപ്പെട്ട ഇവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും ഞായറാഴ്ചയോടെ 4 പേരും മരണത്തിന് കീഴടങ്ങിയായിരുന്നു. പ്രാഥമിക നിഗമനത്തിൽ തണ്ണിമത്തൻ വഴിയുള്ള ഭക്ഷ്യവിഷബാധയാണെന്നാണ് കരുതുന്നത്. ബന്ധുക്കൾ പോയതിനു ശേഷമാണ് ഇവർ വീട്ടിലുണ്ടായിരുന്ന തണ്ണിമത്തൻ കഴിച്ചത്. ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ 4 പേർക്കും ശാരീരിക അസ്വസ്ഥതകൾ അനുഭവപ്പെടുകയും ഛർദിയും വയറിളക്കവും ഉണ്ടാവുകയും ചെയ്തു. ഉടൻ തന്നെ ഇവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും മരണത്തിന് കീഴടങ്ങിയായിരുന്നു. ബിരിയാണിയിൽ നിന്നുള്ള ഭക്ഷ്യവിഷബാധയെക്കുറിച്ചുള്ള വാർത്തകൾ സാധാരണയായി കേൾക്കാറുണ്ടെങ്കിലും ഇവിടെ തണ്ണിമത്തൻ കഴിച്ചതാണ് ആശങ്ക വർദ്ധിപ്പിക്കുന്നത്. സാധാരണയായി നാം ഉപയോഗിക്കുന്ന തണ്ണിമത്തൻ പോലുള്ള ഒരു പഴം ഭക്ഷ്യവിഷബാധയ്ക്ക് കാരണമാകുമോ എന്നും അത് ഇത്ര ഗുരുതരമായ പ്രത്യാഘാതങ്ങളിലേക്ക് നയിക്കുമോ എന്നുമുള്ള ചോദ്യങ്ങൾ ഈ സംഭവത്തോടെ ഉയർന്നിട്ടുണ്ട്. തണ്ണിമത്തൻ ഭക്ഷ്യവിഷബാധയ്ക്ക് കാരണമാകാമെന്നാണ് ചില ആരോഗ്യ വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്. സാഹചര്യങ്ങൾക്കനുസരിച്ച് ഗുരുതരമായ കേസുകളിൽ ഇത് പലതരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾക്കും ചിലപ്പോൾ മരണത്തിന് വരെയും കാരണമാകാമെന്നും അവർ പറയുന്നു. തണ്ണിമത്തിന് ചുവപ്പ് നിറം കിട്ടാൻ എറിത്രോസിൻ എന്ന ഡൈ കുത്തിവെക്കുന്നതും പഴുപ്പിക്കാൻ കാർബൈഡ് ഉപയോഗിക്കുന്നതും അവയവങ്ങളുടെ പ്രവർത്തനത്തെ ബാധിക്കാം. നിലത്ത് വളരുന്ന പഴമായതിനാൽ തൊലിപ്പുറത്ത് സാൽമൊണല്ല, ലിസ്റ്റീരിയ തുടങ്ങിയ ബാക്ടീരിയകളും ഉണ്ടാകാം. മുറിക്കുന്നതിന് മുമ്പ് കഴുകിയില്ലെങ്കിൽ ഇവ ഉള്ളിലെത്താം. മുറിച്ച കഷ്ണങ്ങൾ തണുപ്പിക്കാതെ വെച്ചാലും ബാക്ടീരിയകൾ പെരുകും. തണ്ണിമത്തനിൽ കൂടുതൽ പൊട്ടാസ്യമാണ്. അതിനാൽ പൊട്ടാസ്യം അമിതമായാലും പ്രശ്നമാണ്. വൃക്കരോഗമുള്ളവരിൽ ഇത് ഹൃദയമിടിപ്പ് തടസ്സപ്പെടുത്താനും കാരണമാകാം. അതേസമയം സാൽമൊണല്ല, ലിസ്റ്റീരിയസ് അല്ലെങ്കിൽ മാരകമായ ഈക്കോളി തുടങ്ങിയ രോഗകാരികളായ ബാക്ടീരിയകളിൽ പഴങ്ങളിൽ കലരുമ്പോഴും അപകട സാധ്യതയുണ്ടാകും. ഇത്തരം അണുബാധകൾ കഠിനമായ നിർജ്ജലീകരണം, രക്തത്തിലെ അണുബാധ അല്ലെങ്കിൽ ആന്തരിക അവയവങ്ങളുടെ പ്രവർത്തനത്തെ ബാധിക്കുന്ന സങ്കീർണമായ ആരോഗ്യ പ്രശ്നങ്ങൾ എന്നിവയ്ക്കും കാരണമാകാം. കൃത്യസമയത്ത് വൈദ്യസഹായം ലഭിച്ചില്ലെങ്കിൽ ഇത്തരം പ്രശ്നങ്ങൾ മരണത്തിൽ വരെ കാരണമാകും. വളരെ അപൂർവമായി മാത്രം ചിലർക്ക് തണ്ണിമത്തൻ അലർജിയും കാരണമാകാറുണ്ട്. തണ്ണിമത്തനുമായി ബന്ധപ്പെട്ട ഭക്ഷ്യവിഷബാധ അത്ര അപൂർവമായ ഒന്നല്ല എന്നതാണ് യാഥാർത്ഥ്യം. മിക്കപ്പോഴും വയറിളക്കം, ഛർദി, വയറുവേദന എന്നിവയാണ് ഇതിന്റെ ലക്ഷണങ്ങളായി വരുന്നത്. എന്നിരുന്നാലും ഇതിന്റെ തീവ്രത ഈ പറയുന്ന ഘടകങ്ങളെ ആശ്രയിച്ചിരിക്കും. ഒന്ന്, ബാക്ടീരിയയുടെയോ വിഷാംശത്തിന്റെയോ തരം. ഏതു തരത്തിലുള്ള ബാക്ടീരിയയാണ് ശരീരത്തിൽ പ്രവേശിച്ചത് എന്നതാണ് പ്രധാനം. രോഗപ്രതിരോധ ശേഷി, വ്യക്തിയുടെ ശരീരത്തിന് അണുബാധയെ പ്രതിരോധിക്കാനുള്ള ശേഷി എത്രത്തോളം ഉണ്ടെന്നതും നിർണായകമാണ്. വൈദ്യസഹായം ലഭ്യമാകുന്ന വേഗതയാണ് മറ്റൊന്ന്. എത്രയും പെട്ടെന്ന് ചികിത്സ ലഭിക്കുന്നു എന്നതും നിർണായകമാണ്. അതുപോലെ തണ്ണിമത്തൻ കഴിക്കുന്ന സമയവും പ്രധാനമാണ്. ഉറക്കത്തിനിടയിൽ ദഹന പ്രക്രിയ സാവധാനമാകുന്നതിനാൽ രാത്രി വൈകി പഴങ്ങളോ കനത്ത ആഹാരമോ കഴിക്കുന്നത് ഒഴിവാക്കണമെന്നാണ് പല ആരോഗ്യ വിദഗ്ധരും നിർദ്ദേശിക്കുന്നത്. അതോടൊപ്പം പഴത്തിൽ അണുബാധയുണ്ടെങ്കിലോ ശരീരം അത് ദഹിപ്പിക്കാൻ പ്രയാസപ്പെടുന്ന സാഹചര്യത്തിലോ രാത്രിയിലെ ഉപയോഗം ദഹന സംബന്ധമായ അസ്വസ്ഥതകൾ വർദ്ധിപ്പിക്കാനും കാരണമാകാം. അതിതീവ്രമായ കേസുകളിൽ, പ്രത്യേകിച്ച് കഠിനമായ വയറിളക്കം, വയറ്റിലെ അസ്വസ്ഥതകൾ അനുഭവപ്പെടുന്ന കുട്ടികളിൽ ഈ അവസ്ഥ ജീവന് വരെ തന്നെ ഭീഷണിയാകുന്ന അവസ്ഥ സൃഷ്ടിച്ചേക്കാം. മലിനമായ പഴങ്ങൾ, ശരിയായ രീതിയിൽ കൈകാര്യം ചെയ്യാത്ത ഭക്ഷണം അല്ലെങ്കിൽ സുരക്ഷിതമല്ലാത്ത സാഹചര്യങ്ങളിൽ ദീർഘനേരം സൂക്ഷിച്ചു വെച്ച ഭക്ഷണ പദാർത്ഥങ്ങൾ എന്നിവയിൽ നിന്നെല്ലാം ഇത്തരത്തിൽ ഭക്ഷ്യവിഷബാധയുണ്ടാകാം. മുംബൈയിലെ സംഭവത്തിൽ ആ കുടുംബം രാത്രി വൈകിയാണ് തണ്ണിമത്തൻ കഴിച്ചതെന്ന് പ്രത്യേകം പറയുന്നുണ്ട്. ഇത് ഒരുപോലെ ദുരൂഹതയും വർദ്ധിപ്പിക്കുന്നുണ്ട്.